പ്രിയപ്പെട്ടവരെ നമസ്കാരം. നെയ്യാറ്റിൻകര എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രധാനമായും ഓർമ്മ വരുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. അമരവിള രാമേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമേശ്വരം മഹാദേവ ക്ഷേത്രം. ഐതിഹ്യപ്രകാരം ശ്രീരാമൻ വനവാസക്കാലത്ത് ഈ പ്രദേശത്തു വന്നു എന്നും ശ്രീരാമൻ പൂജിച്ചിരുന്ന അതേ മഹാദേവ വിഗ്രഹം തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതെന്നുമാണ് ഐതിഹ്യം. കൂടാതെ ഇവിടുത്തെ പ്രതിഷ്ഠ രാമേശ്വരത്തു നിന്നും കൊണ്ടുവന്നതാണെന്നും വിശ്വാസമുണ്ട്. കേരള ആചാര്യ ദീപികയിൽ രാമേശ്വരത്തെ ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ദേവനെപ്പറ്റിയും മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. അതിമനോഹരമായ കരിങ്കല്ലിലുള്ള പട്ട ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ മഹാദേവനും അതേ ശ്രീകോവിലിൽ തന്നെ പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ പാർവതി ദേവിയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പ്രധാന ആരാധനാ കേന്ദ്രം കൂടിയാണ് ശ്രീ രാമേശ്വരം മഹാദേവ ക്ഷേത്രം. ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടോടെ 10 ദിവസത്തെ ഉത്സവമാണ് പ്രധാന ഉത്സവം. കേരളീയ വാസ്തുവിദ്യാശൈലി നിർമ്മിച്ച ഈ മനോഹരമായ ക്ഷേത്രം ഇന്നും അതിൻ്റെ തനിമ ചോരാതെ വളരെ മനോഹരമായി സംരക്ഷിച്ചു പോരുന്നു. കൂടാതെ കർക്കിടക മാസത്തിലെ കർക്കിടവാവിലെ പ്രതിതർപ്പണത്തിന് ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. അമാവാസി ദിനത്തിൽ ആചരിക്കുന്ന കർക്കിടകവാവ് കേരളത്തിലെ വാർഷിക ശ്രാദ്ധ പ്രതിതർപ്പണ ദിവസമാണ്. കർക്കിടക മാസത്തിലെ ക്ഷേത്ര ദർശനം തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്ര ദർശനത്തിന് തുല്യമാണെന്നാണ് വിശ്വാസം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ തെക്കേയറ്റത്തെ നദിയായ നെയ്യാറിൻ്റെ കരയിലാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര നടയിൽ നിന്നും കോടതി നടയിൽ കൂടി പാലക്കടവ് റോഡ് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത തവണ നിങ്ങൾ നെയ്യാറ്റിൻകര വരുമ്പോൾ ഈ മനോഹരമായ ക്ഷേത്രവും കൂടി നിങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.